ലാൽകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലെ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ശബരിമല തന്ത്രി തന്നെ പ്രതിയായിരിക്കുന്നു. ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ തന്ത്രി തന്നെ പ്രതിയായിരിക്കുന്നു. പ്രതി എന്ന നിലയിൽ അദ്ദേഹത്തിൽ അർപ്പിതമായ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല. മറ്റൊന്ന്, ഇതിലെ പ്രതികൾക്ക് നിയമപരമായി നോക്കിയാൽ ഇതിലെ 3 പ്രധാന പ്രതികൾക്ക് 1, 9, 10 പ്രതികൾക്ക് അന്യായമായ ലാഭമുണ്ടാകുന്നതിനും ബോർഡിന് അന്യായമായ നഷ്ടമുണ്ടാകുന്നതിനും പാകപ്പെടും വിധത്തിൽ 1-ാം പ്രതിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി എന്ന ക്രിമിനൽ കുറ്റം മറ്റൊരു തരത്തിലും ഈ റിമാൻഡ് ആപ്ലിക്കേഷനിൽ പറയുന്നുണ്ട്. അത് തെളിവുകൾ ശേഖരിച്ച് തന്നെ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറേ നാളുകളായി നിൽക്കുന്നത് ഇങ്ങനെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ശബരിമലയിൽ ഇത്ര വലിയ പ്രബലനായി മാറിയത്, ആരാണ് കയറ്റിയത്, അതുപോലെ തന്നെ ആരാണ് വാഴിച്ചത് എന്നതിൻ്റെ ഒരു നാൾ വഴിയെക്കുറിച്ച് പല സന്ദേഹങ്ങളും ഉണ്ടായിരുന്നു, പല തരത്തിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങളുണ്ടായിരുന്നു. ഇന്ന് തന്ത്രി അറസ്റ്റിലായതോടെ എന്താണ് ലാൽകുമാറിന് തോന്നുന്നത്? അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ ദ്വാരപാലക വിഗ്രഹം ഉണ്ടല്ലോ, അല്ലെങ്കിൽ പ്രതിമ, അത് ഇരിക്കുന്നത് ഈ അയ്യപ്പൻ്റെ ശ്രീകോവിലിന് തൊട്ട് മുന്നിലിരിക്കുന്ന കാര്യമാണ്. അതെ. അപ്പോൾ അത് ചുമ്മാതെ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സിന് പറിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. അത് പറിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് ശബരിമലയിൽ പോയിട്ടുള്ള ആർക്കെങ്കിലും ഒരു പ്രാവശ്യം പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും. കാര്യം അത് ഒരു ഈ സാങ്ക്ടം സാങ്ക്ടോറിയം എന്ന് പറയുന്ന സ്ഥലമാണ്. അതിൻ്റെ തൊട്ട് പുറത്തിരിക്കുന്നൊരു കാര്യം അത് വളരെ സേക്രട്ടായിട്ടാണ് കണക്കാക്കുന്നത്. നോക്കൂ, ഹിന്ദു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സേക്രട്ടും ശ്രീകോവിലിനെ സേക്രട്ടും നമ്മളെ പ്രൊഫൈനുമായിട്ടാണ് കണക്കാക്കുന്നത്. ഞാനൊരു ഡർഖൈമിൻ്റെ പ്രിൻസിപ്പിൾ എടുത്ത് പറയുന്നതേ ഉള്ളൂ. നമ്മൾ പ്രൊഫൈനായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മൾ അയിത്തം എന്ന് പറയുന്ന സാധനം നമുക്കുണ്ട് എന്നുള്ള പൊല്യൂട്ടഡ് എന്ന് പറയുന്ന കാര്യമാണ്. ഇത് പറിച്ചുകൊണ്ട് പോകാൻ ആർക്കും പറ്റില്ല. തന്ത്രിയുടെ പെർമിഷൻ ഇല്ലാതെ അത് അവിടുന്ന് തൊടാൻ പറ്റില്ല. ഇത് ഞാൻ പണ്ട് ഒരു ചർച്ചയിൽ ഇത് സൂചിപ്പിച്ചതാണ്, ഒരു ദേശീയ ചാനലിൽ ഇത് സൂചിപ്പിച്ചതാണ്. യെസ്, അന്ന് എന്നെ എതിർത്തത് രാഹുൽ ഈശ്വറായിരുന്നു.